സമീർ സാറ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്പർ കോള് പോണില്ല. അപ്പം ഒരൊറ്റ തേമ്പ് കൊടുത്തു താടിക്കിട്ട്. അതാണ് വലിയ പ്രശ്നമായി വന്നത്. ഞാൻ പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു തേമ്പേ കൊടുത്തോളൂ. അതിക്ക് മുമ്പായിട്ട് എൻ്റെ ആങ്ങളെ ചെന്ന് പറഞ്ഞു, അവൾ ഇനിയും കൂടെ ജീവിക്കേണ്ടതാണ് സാറേ, ഉപദ്രവിക്കരുത്, സാറ് ഒന്ന് പേടിപ്പിച്ചൊക്കെ വിട്ടാൽ മതി കേട്ടോ എന്ന് പറയാണ്. അപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നോർത്താണ് അങ്ങനെ പറഞ്ഞ്. വീട്ടിൽ വന്നു കഴിഞ്ഞ് പോലീസ് എന്നെ ഇങ്ങനെയാണ് ഇടിച്ചതെന്നും പറഞ്ഞ് കുനിച്ച് നിർത്തി ഒറ്റ ഇടിയേ തന്നുള്ളൂ. ആ ഒരു ഇടി മതി എനിക്ക്. ഫോൺ എടുത്ത് വെച്ചു, ചെവിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇടിവെട്ടേറ്റ പോലെയും ഞാൻ വിളിക്കണ പോലെ തന്നെ അച്ചായിന്ന് തന്നെ വിളിച്ച് അവൾ സംസാരിക്കുക, ഈ നിഷ. അച്ചായി, ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. അച്ചായിനെ എത്ര വിളിച്ചിട്ടും കിട്ടണുണ്ടായിരുന്നില്ല. എന്തോരം നേരമായി ഞാൻ വിളിക്കണു, അച്ചായി ഫോൺ എടുക്കാഞ്ഞെന്താ. പക്ഷെ വിവാഹം കഴിഞ്ഞ 8ാം ദിവസം നിങ്ങളൊരു CD പ്ലെയറിന്റെ പേരിൽ അതൊരു പ്രശ്നം ഉണ്ടാവുകയും അവര് കഴുത്തി കിടന്ന മാല പണയം വെക്കുകയോ മറ്റോ ചെയ്തായിട്ടല്ല CD പ്ലെയറിന്റെ വിഷയം ഉണ്ടായത്. വീടിന്റെ തൊട്ട് താഴെ തന്നെ, എൻ്റെ വീടിന്റെ തൊട്ട് താഴെ വേറൊരു ഇവര് താമസിക്കുന്നുണ്ടായിരുന്നു. അവനായിട്ടാണ് CD പ്ലെയർ അവിടെ കൊണ്ടുവന്ന് എൻ്റെ അളിയൻ്റെ മൂത്ത അളിയൻ്റെ, അതായത് ഇവിടെ മൂത്ത ആങ്ങളുടെ പിള്ളേരായിട്ട് വന്നിരുന്ന CD പ്ലെയർ കണ്ടിട്ട് അവൻ അവിടെ വിറ്റിട്ട് പോയി. അവള് പറയുന്നത്, ഞാൻ എന്നും പഞ്ചായത്തിൽ പറയാൻ കൊടുത്ത് ഞാൻ എന്നും വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ഒച്ചപ്പാടും വഴക്കുമായിട്ട് പഞ്ചായത്തില് ഈ കടയിരിപ്പ് പഞ്ചായത്ത്, ഞങ്ങളുടെ പഞ്ചായത്ത് കൊണ്ട് കൊടുത്തതാണ്. കടയിരിപ്പ് പഞ്ചായത്ത് കൊണ്ട് കൊടുത്തതാണ്. ഞാൻ വെള്ളം കുടിച്ച് ഭയങ്കര ഒച്ചപ്പാടും വഴക്കാണ്, ഡെയിലി മേലോദ്രവം പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 2 പിള്ളേരെ എങ്ങനെ ഉണ്ടായി? ഞാൻ ഡെയിലി വെള്ളം കുടിച്ചിട്ട് വരുന്ന ആളാ. ഞാൻ കെട്ടിക്കൊണ്ട് വന്ന് ഇത്രയും കാലം അവൾ എന്റെ കൂടുതൽ വാടക താമസിച്ചു വരും. അപ്പൊ ഈ വാടക താമസിച്ചപ്പോ അവർക്ക് ആരാ ചെലവിന് കൊടുത്തത്? ആദ്യത്തെ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ വലിയ കുഴപ്പമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മദ്യപിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞില്ല. വല്ലപ്പോഴും കുറച്ചെന്തെങ്കിലും കഴിക്കുകയുള്ളൂ. മദ്യപിച്ച് നിങ്ങൾ ഉപദ്രവിക്കുന്ന ഒരാളാണെന്ന് അവർ പരാതി പറഞ്ഞിട്ടില്ല. ദേഷ്യം വരുമ്പോൾ, കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നതല്ലാതെ മദ്യപിച്ച് സ്ഥിരം ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് ഇവിടെ പരാതി തന്നിട്ടില്ല. തമിഴനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്നത് പാലക്കാട്, പുള്ളി എൻ്റെ പോലാളുടെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് അവന് കണക്ക് നോക്കാൻ വേണ്ടി അവൻ വീട്ടിൽ വന്നു. അവൻ ഒരു ദിവസം വീട്ടിൽ നിന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഒരു ദിവസം വന്ന അന്ന് രാത്രി വീട്ടിൽ നിന്നിട്ടുണ്ട്. പിറ്റേ ദിവസം പോവുകയും ചെയ്തു. അവൻ കണക്ക് നോക്കി അവൻ അങ്ങും പോയി, ഞാൻ എൻ്റെ നാട്ടിൽ വന്നു. പിന്നെ ഇപ്പം ഇവള് പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ 6 മാസം കൂടുമ്പോഴാണ് വന്നോളൂ എന്ന് പറഞ്ഞു. ഈ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. നല്ല സന്തോഷം. നിങ്ങളുടെ വീട്ടില് രാത്രി വാതുക്കൽ ആരോ മുട്ടുന്ന കേട്ടു, ആരോ വരുന്ന ഇല്ലല്ല, ഈ വീട്ടിൽ വാതക മുട്ടി എന്ന് പറഞ്ഞു. ഈ വാതക മുട്ടി എന്നുള്ളത് ഇപ്പൊ മേഡം പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു. എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതേസമയം നേരെ തിരിച്ച് എന്റെ പെങ്ങളെ വിളിച്ചു പറഞ്ഞു. അവള് എന്റെ 2ാമത്തെ പെങ്ങളെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്റെ 2ാമത്തെ പെങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വാതക്കം വന്ന ആരാണ്ട് മുട്ടി എന്ന് പറഞ്ഞു. അത് മുട്ടി ആക്കണ പേര് വരെ അവള് പറഞ്ഞു അവിടെ. എന്റെ പെങ്ങളുടെ അടുത്ത് മുട്ടി ആക്കണ പേര് വരെ അവള് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ വീട്ടിൽ ഞാനും പിള്ളേരുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പിള്ളേരുടെ കൊച്ചിനെ കൊണ്ട് ചോദിപ്പിച്ചു, അമ്മച്ചയോട് ചോദിക്കടാ ഇന്ന പോലെ വാതക്കം മുട്ടി ആരാണ്, ഇന്ന ആളാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് തന്നെ പറഞ്ഞു, അത് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, തോന്നലായിരിക്കാം, സംഭവിച്ചു. ഇപ്പൊ വീട്ടിൽ വാതക്കം വന്ന് മുട്ടി, ഒരു തോന്നലായിക്കോട്ടെ. എന്നെ വിളിച്ചിട്ട് ചോദിക്കാലോ. കൊച്ചിനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്, അമ്മച്ചിയുടെ അടുത്ത് ആരാ വന്നേ, 10 വയസ്സുകാരൻ മോൻ എന്നോട് വാതക്കം മുട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ഉത്തരം പറയണം മാഡം? ഞാൻ അമ്മയാ, കൊച്ചിന്റെ അമ്മയാ. അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ലായിരുന്നു. ചതിയുണ്ടല്ലോ മാഡം. ഈ നിഷയായിട്ട് ഈ ബന്ധം പുലർത്തിയ പിന്നെ ഒരു 1.5 വർഷം മുപ്പാട് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടുകൊണ്ടും നിഷേനെ 3 ദിവസം ഞാൻ താമസിക്കുന്ന ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു ഈ ചതിയൻ. നിഷേനെ വിളിച്ച് ചോദിച്ചു നോക്കിക്കോ മാഡം. ഇപ്പൊ നിഷേനെ എനിക്ക് ഇപ്പൊ 8 മാസമായ ഒരു കൊച്ചുണ്ട്. 8 മാസമായിരിക്കുന്നു നിഷയ്ക്ക്. അങ്ങനെ വരുത്തിയതും ഇവള് തന്നെയാ. പറയാൻ കാരണം ഇവള് തന്നെ എന്ന് പറയാൻ കാരണം ഇവള് സാധാരണ ഒരു കാര്യം എന്തെങ്കിലും 8 മാസത്തിന്റെ ഉത്തരവാദി അവരാണോ? അവള് തന്നെയാ പറയാൻ കാരണം. എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ഇവര് വന്നിട്ട് ഇന്നേ വരെ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. ആകെ വരും, ഇവള് ചെല്ലും, ചേച്ചിയുടെ വീട്ടിൽ ചെല്ലും. ചേട്ടനും ചേച്ചിയും പറയണതിൻ്റെ അപ്പുറത്തേക്ക് ഇവളൊന്നും ചെയ്യില്ല. അമ്മ ഇവക്കടെ അടുത്ത് ചോദിച്ചു, നീ എന്ത് കണ്ടുകൊണ്ട് അവന്റെ പുറത്തോട്ട് ഇങ്ങനെ കയറണേ? എന്റെ അമ്മ എനിക്ക് ഈ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിക്കണോ? അത് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ എന്നും സ്റ്റേഷനിൽ കയറി ഇടി മേടിക്കലും ഇതുമാണ്.
ഇതിലും ഭേദം ഇവിടെ കൊടുത്ത് ജീവിക്കണേ തെണ്ടി ഇറങ്ങുന്ന കൊടുത്ത് ജീവിച്ചാൽ അതിന് അന്തസ്സുണ്ടാവും. ഇപ്പൊ ബേബി സാറിനെ വിളിച്ച് ചോദിച്ചു നോക്കിക്കോ ഈ പുള്ളി ബേബി സാറിനെ വിളിച്ച് ചോദിച്ചു നോക്കിയോ, മേഡം വിളിച്ച് ചോദിച്ചു നോക്കിയോ, ബേബി സാറിനെ വിളിച്ചിട്ട് ASI ബേബി സാറിനെ വിളിച്ചിട്ട് ചോദിക്കാം. ഈ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ വിളിച്ച് ബേബി സാറിനെ പറയും, ബേബി സാറെ ഇന്ന ദിവസം ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, പിള്ളേരെ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് അവൾ എൻ്റെ അടുത്തിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ബേബി സാർ എന്നോട് പറഞ്ഞു അവൾ അവക്കടെ പാട് നോക്കി പോട്ടെ, അല്ലാതെ ഞാൻ എന്നാ പറയണെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ അവൾക്ക് താല്പര്യം അവക്കടെ ചേച്ചിയുടെ വീട്ടിലും ചേട്ടന്റെ കൂട്ടത്തിലും അവിടെ വീട്ടിൽ കഴിയണം, പിന്നെ പള്ളിയിൽ പോകണം. അവൾക്ക് മെയിനായിട്ടെന്ന് വെച്ചാൽ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാൻ അതിന് നിങ്ങൾ അവിടെ ഇടയ്ക്കെന്ന് മാമോദിസ ഞാൻ മാമോദിസ മുങ്ങി അവിടുത്തെ അവസ്ഥ മനസ്സിലായത് കാരണം ഞാൻ ആ പരിപാടി നിർത്തി പോവണ്ട എന്നും പറഞ്ഞു. 8 മാസമായി പറയണു. ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസംബർ ലാസ്റ്റ് ആണ് കൂടിയിട്ടില്ലെന്ന് ചോദിച്ചു നോക്ക്.